ഞാൻ ഇവരെ പോലെ അത്ര പഞ്ചാരല്ല. വിഷ്ണു വരണ്ടായിരുന്നു. കള്ളനായി വരുന്നുണ്ട്. കോണ്ടാക്ട്സ് നടത്താൻ രാത്രി 2 മണിക്കൊക്കെ അത് നടിമാരെയൊക്കെ വിളിക്കരുത്, അങ്ങനെയല്ല. ഓൺലൈനായിട്ട് എടുത്തോളൂ. രാത്രി 2 മണിയുടെ വിളി ഞാൻ നിർത്തി. വിഷ്ണു പറഞ്ഞു കേട്ടാ നിങ്ങൾ ഞെട്ടും. അത് നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. അതാണല്ലോ നമ്മുടെ ധർമ്മം. പണ്ടേ ചെയ്യുന്നതാണ്. സിനിമാക്കാരന് ചെയ്തുകൂടാന്നുള്ള കാര്യം സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകും. ഏതൊരു കലാകാരനും സ്വപ്നം കാണുന്നൊരു ഇടമാണത്. വെൽക്കം നിഷാന്ത് സാഗർ, അലൻ സിയർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ചേട്ടാ സ്വാഗതം. താങ്ക് യു. വിഷ്ണുവിനെ വിഷ്ണു എന്ന് വിളിക്കണം, ചേട്ടനല്ല, അനിയനാന്നു. നമ്മള് എന്താണ്, ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പം ഇവിടെ 2 കാറ്റഗറിയുള്ള ആൾക്കാരെ ഞാൻ പറയാം. കാരണം വിഷ്ണുവും നിഷാന്ത് ചേട്ടനും ഒരേ സ്വഭാവം, അലൻ സിയർ ചേട്ടൻ വേറെ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ധർമ്മൻ ചേട്ടനോട് എൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാണ്. പക്ഷേ ധർമ്മൻ ചേട്ടൻ വരാൻ ഡിലേ ആയതുകൊണ്ടാണ് നമ്മൾ 3 പേര് ആക്കി എടുക്കുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും കുറച്ച് ശാന്ത സ്വഭാവം, വളരെ ഒതുങ്ങി, സിനിമ കഴിഞ്ഞാൽ അവനവൻ്റെ ഒരു കാര്യം മാത്രം നോക്കി വേറെ ഒന്നിലും ഇടപെടാതെ, ഒന്നിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിലൊന്നും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതെ ഒതുങ്ങുന്ന ഒരു പ്രകൃതവും. അലൻ സിയർ ചേട്ടൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന തിന്മയ്ക്കെതിരെ, അതിപ്പോ അലൻ സിയർ ഇപ്പൊ ഒതുങ്ങി എന്നെ എല്ലാവരും ഒതുക്കി കളഞ്ഞിട്ട്. അലൻ സിയർ ചേട്ടനോട് കണക്ഷൻ ഒന്നും വേണമെന്നില്ല. ഒരു നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ധർമ്മൻ ചേട്ടനും അലൻ സിയർ ചേട്ടനും. രണ്ടുപേരും 2 കാറ്റഗറി, 2 ധ്രുവത്തിൽ നിൽക്കുന്ന 3 പേരാണെന്ന് തോന്നിയിട്ടില്ലേ? അത് ഒതുങ്ങാൻ റീസൺ എന്താണ്? എല്ലാവരും കൂടെ ഒതുക്കിയതുണ്ട്. അങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ വന്നിട്ടുണ്ടോ? ശരിക്കും ഇഷ്ടം പോലെ നമ്മൾ അറിയുന്ന പണിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലതും, വിവാദങ്ങളൊക്കെ. അതല്ലാതുള്ള എന്തെങ്കിലും ഭീഷണികൾ? വിവാദം നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. അതാണല്ലോ നമ്മുടെ ധർമ്മം. അതായത് ഭീഷണികളൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒതുങ്ങിയതാണോ? ഭീഷണിയൊന്നും വന്നിട്ടില്ല. ഓരേ ഉള്ള ഭീഷണിയൊക്കെ. നീ കൊല്ലുമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കണമെന്നില്ലല്ലേ. ചേട്ടൻ പലർക്കും ഭീഷണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. നിഷാന്ത് ചേട്ടൻ്റെ ഒരു കാര്യം പറയാനല്ല, പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. കോണ്ടാക്ട്സ് നിലനിർത്തി പോകാനോ ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ ഭയങ്കര പുറകോട്ടാണ്. അതിൽ ദിലീപേട്ടനൊക്കെ പറയുന്നത് നിനക്ക് വല്ലപ്പോഴും ഒന്ന് വിളിച്ചുകൂടാ അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അത്രയും അടുപ്പമുള്ള വ്യക്തിയായിട്ടും അങ്ങോട്ട് ഞാൻ വിളിച്ചാലും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അതുകൊണ്ട് അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ആ സ്വഭാവമാണോ? ഞാൻ കുറേയൊക്കെ ഒന്ന് മാറാൻ ശ്രമിച്ചിരുന്നു കേട്ടോ. പക്ഷെ അത് ഈ മാറാൻ ശ്രമിക്കുമ്പോൾ അത് എന്താ പറയുക, നമ്മൾ നമ്മളല്ലാണ്ടായി മാറിയുള്ളൊരു പരിപാടിയാണല്ലോ. അതൊരു 2 ദിവസം അത് നിൽക്കുകയുള്ളൂ, വീണ്ടും പഴയയിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മനസ്സമാധാനക്കേടും അതിൻ്റെ ഭാഗമായിട്ട് വരും. നമ്മൾ വേറൊരാളാവാൻ ശ്രമിക്കുന്നു, തിരിച്ചിതിലേക്ക്. സമാധാനമാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മൾ എന്താണ് അതിലങ്ങ് നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട്, അവനവനാകുക. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയോട് ഒരു കൂടുതലായിട്ടൊരു ഇഷ്ടമൊക്കെ വരുമ്പം നമുക്കിതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹവും, മറ്റുള്ളവരുടെ വർക്കൊക്കെ കാണുമ്പോൾ അത് നന്നായിട്ടുണ്ട് എന്നത് അതൊന്ന് വിളിച്ച് പറയണം എന്നുള്ളൊരു തോന്നലും, അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഒരു ചെറിയൊരു മാറ്റമൊക്കെ നാച്ചുറലി കള്ളനായി വരുന്നുണ്ട്. കോണ്ടാക്ട്സ് നടത്താൻ രാത്രി 2 മണിക്കൊക്കെ അത് നടിമാരെയൊക്കെ വിളിക്കരുത്, അങ്ങനെയല്ല. അത് നല്ലൊരു ഉപദേശമാണ്. എനിക്കങ്ങനെ പണിയിട്ടുണ്ടോ വിളിച്ചിട്ട്. ഞങ്ങളന്ന് ഷൂട്ട് കഴിഞ്ഞ് വിളിക്കാറില്ല. ഗുണമുള്ള ആരെയും വിളിക്കാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പുള്ളി വേറെ ആരായിട്ടും കോണ്ടാക്ട് ചെയ്യാറില്ലെന്ന്. എന്നെ കോണ്ടാക്ട് ചെയ്യും, എന്നെ കൊണ്ട് ഒരു ഗുണമുണ്ടാകും. അല്ല, ഞങ്ങള് ഷൂട്ടിന് ഭയങ്കര കമ്പനി ആയിരുന്നു, പക്ഷെ പിന്നെ ഇന്നാണ് കാണുന്നത് അല്ലേ ഏട്ടാ? അതെ, സത്യം. എല്ലാവരും കണ്ട് പിരിയുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. അതെ, ഇത് നിലനിർത്തണം, അയ്യോ എന്നൊക്കെ ഉള്ളൊരു, എവിടെയാ അത് വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ എല്ലാം ഓർമ്മകളിൽ നമ്മളെപ്പോഴും ബന്ധപ്പെട്ടാ നിൽക്കുന്നേ. അതെ, നമ്മള് മറ്റ് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെ പറയും. അതൊക്കെ പറയും, കുറ്റം പറയാനൊക്കെ ആയിട്ട്. പക്ഷെ ബിബിൻ വിളിക്കുകയൊക്കെ ചെയ്യും. ബിബിൻ വിളിച്ചിട്ടുണ്ടാവൂലേ? ഞാൻ ബിബിൻ ഇടയ്ക്ക് ഇങ്ങനെ. അതെ, അവനെല്ലാവരും വിളിയും കോണ്ടാക്ട് ഒക്കെ ഉള്ള ആളാണ്. അതെ, സത്യം. പിന്നെ അലൻ സിയറിനെ ഞാൻ ഇന്നാണ് ആക്ച്വലി നേരിട്ട് കാണുന്നത്. ഞങ്ങൾ പടത്തിൽ ഞങ്ങൾ കോമ്പിനേഷൻ ഇല്ല. അതെ അതെ. അല്ല, ഇത്തരം കാര്യം
ആണോ? ഓക്കെ. അല്ല കണ്ടിട്ടുണ്ട്, എനിക്ക് അമ്മയുടെ ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന്. വിഷ്ണു എങ്ങനെ കോണ്ടാക്ട് ഒക്കെ നിലനിർത്തുന്നത്? ഇല്ല ഇല്ല, വിളിക്കാറില്ല. എനിക്കൂടെ ഉള്ള ബിബിൻ വിളിച്ചോളൂ. ബിബിനെ എല്ലാവരുമായിട്ടും ഇങ്ങനെ കോണ്ടാക്ട്. സ്വഭാവം അല്ല, ഞാൻ ബിബിനേക്കാളും ചിലപ്പോ ബന്ധമായിരിക്കും എല്ലാവരോടും, പക്ഷെ അങ്ങനെ വിളി പരിപാടി രാത്രി 2 മണിക്ക് ഇല്ല, അതൊന്നും ഞാൻ നിർത്തേണ്ടി വന്നു. ഉണ്ടായിരുന്നു. തമാശ പറയണോ വെച്ച നമ്മുടെ തമാശ കേട്ടാ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുത്തോളൂ. രാത്രി 2 മണിയുടെ വിളി ഞാൻ നിർത്തി. വിഷ്ണു പറഞ്ഞു കേട്ടാ നിങ്ങൾ ഞെട്ടും. ഒരു കാര്യം ഉണ്ടായില്ല. സാറിനോട് നടിമാരെ വിളിക്കരുത്. വിഷ്ണുവിന്റെ കൃഷ്ണ ഉപദേശം ഇതൊക്കെയാണ്. ചേട്ടാ, ഇപ്പം മോള് സിനിമയിൽ വന്നപ്പോ എന്താണ് ഒരു ഉപദേശം കൊടുത്തത്? അയ്യോ, ഒന്നും ഞാൻ ഒരു ഉപദേശവും കൊടുത്തിട്ടില്ല. കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ഉപദേശം കൊടുത്തോ? ഒന്നുമില്ല, ഒന്നും സത്യമായിട്ട് പറയാം. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത് അവരവരുടെ വഴി. അതെ, നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു മോളുടെ. അടുത്ത ഒരു സിനിമകൾ ഏതൊക്കെയാണ് മോളുടെ? എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ്? അവള് കുറച്ച് കഥകളൊക്കെ കേൾക്കാനൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട്. കഴിഞ്ഞ ദിവസം 1-2 കഥകൾ കേൾക്കാനൊന്ന് അതെ എറണാകുളത്ത് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര സിനിമാ വർത്താനമൊക്കെ. ആലപ്പുഴ ജിംഖാന കഥ ചേട്ടനോട് കേട്ടത് കമ്മിറ്റ് അങ്ങനെയാണ്? അയ്യോ അല്ലല്ല, അത് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് ഓൺലൈനിൽ ഓഡിഷൻ ക്ഷണിച്ചത് കണ്ട് അവളത് അങ്ങനെ പോയി. ഇന്ന ആളുടെ മകളാണെന്ന് എപ്പോഴും പറഞ്ഞ് ചില ആർട്ടിൽ ഇപ്പം സെയ്ഫ് അലി ഖാന്റെ മകളാണെന്ന് പറയാതെ പലയിടത്ത് ഓഡിഷൻ പോയ കഥയൊക്കെ ഉണ്ട്. സാറ അലി ഖാൻ ഓട്ടോ ഒക്കെ വിളിച്ച് തന്നു. അപ്പം ഇവർക്ക് അറിയില്ല ഇത് ഇന്ന ആളുടെ മകളാണെന്ന്. അറിയാതെ ഉള്ള ഓഡീഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു ആക്ടറുടെ മകളാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു ഓഡീഷൻ ചെയ്ത്? ഇല്ല. പിന്നീട് എന്താ പറയാ, എനിക്ക് തോന്നുന്നത് സെലക്ട് ആയതിനൊക്കെ ശേഷം പിന്നീട് എന്തോ എനിക്ക് തോന്നുന്നു അതിലൊരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒരു ഫ്രണ്ട് ഇവളുടെ കൂടെ ഇവള് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞത്. കൂടെ പഠിക്കുകയോ എന്തോ ചെയ്തൊരു ഫ്രണ്ട്, അങ്ങനെ ആ ഒരു കോമൺ ഫ്രണ്ട് വഴി ഇവർ പിന്നീട് അറിയുകയൊക്കെയാണ് ചെയ്തതെന്നാണ്. അതും എങ്ങനെയാന്ന് ഞാൻ അന്വേഷിക്കാനും ഒന്നും പോയിട്ടും ഇല്ല. അല്ല, അതങ്ങനെയാണ്. ഇപ്പൊ അന്നയും പറഞ്ഞിട്ടുണ്ടായില്ല ബെന്നിച്ചേട്ടന്റെ മോളാന്നുള്ള കാര്യം. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം ബോധപൂർവമായിട്ട് അല്ലെങ്കിൽ പോലും ഒരു ഈഗോ വരാതിരിക്കാൻ, ഓഫ് കോഴ്സ് ബോധപൂർവമായിട്ട് അല്ലെങ്കിൽ പോലും ഒരു മനഃപൂർവ്വമായുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറില്ലേ? രണ്ടുപേരും മനുഷ്യരാണ്, എത്രത്തോളം സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും 2 സെപ്പറേറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. നമുക്കുള്ള ഉള്ളിൽ എല്ലാവർക്കും ഈഗോ ഇപ്പം എല്ലാം ഉണ്ട്. ഒരു പൊസിഷനിലും വരരുതെന്നുള്ളൊരു ബോധപൂർവമായ ശ്രമം എപ്പോഴും നടക്കാറുണ്ട്. അല്ല, ഈഗോ വരണേൻ്റെ അതില്ല. കാരണം ഞങ്ങള് ചെറുപ്പം തുടങ്ങി അറിയണ ആൾക്കാരാണല്ലോ. ഈഗോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഞാൻ ഉദ്ദേശിച്ചത്. ഇഷ്യൂസ് ചെറുപ്പം തുടങ്ങി ഉള്ളതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല നമുക്ക്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് എഴുതാനിരിക്കുമ്പോഴാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മനുഷ്യരല്ലേ, 2 സാഹചര്യങ്ങളിൽ വളർന്ന ആൾക്കാരാണ്. അപൂർവപുത്രന്മാർ. പക്ഷേ ഞങ്ങൾ എഴുതാനായിട്ട് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സമയം പോലെ 2 പേർക്കും 2 വഴിയിൽ അഭിനയിക്കാനുള്ള പടങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യുന്നത്. അൽസേട്ടൻ ഡയറ്റ് ആണോ? അൽസേട്ടൻ ലാസ്റ്റ് ഞാൻ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് സ്ലിം ആയി. അങ്ങനെ ചോദിക്കണല്ലേ? ഷുഗർ ആണല്ലേ എന്നാ ചോദിക്കാറ്. അതൊന്നും മാറ്റി പിടിച്ചാലല്ലേ മനസ്സിലായതാ. അല്ല, ഞാൻ ഇവരെ പോലെ അത്ര പഞ്ചാരല്ല. വിഷ്ണു വരണ്ടായിരുന്നു. പക്ഷെ തെറ്റിദ്ധാരണ അങ്ങനെയാണ്. അല്ല, എനിക്ക് ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷറില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഈ സത്യസന്ധനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധനായി ജീവിക്കുന്നവർക്കൊന്നും ഇത് വരാറില്ല. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഷുഗറൊന്നും ഉണ്ടാകാൻ വഴിയില്ല, പ്രഷറും കാണാൻ വഴിയില്ല. അങ്ങനെ വിഷ്ണുവിന് ഒരുപാട് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് കരളുണ്ട്. യഥാർത്ഥ കള്ളൻ ഞാനാണ്. കാരണം വെച്ചാൽ അരുൺചേട്ടനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചല്ലോ. യഥാർത്ഥ നടൻ നിഷാന്ത് ചേട്ടനാണ്. ഡയറ്റിലാണോ? എന്നെ ഒരു പടം ചെയ്യാൻ വേണ്ടി എന്നെ ഒരു 6 മാസത്തിന് മുമ്പ് ഒന്ന് മെലിയണമെന്ന് പറഞ്ഞു. പടം ഇതുവരെ ആയിട്ടില്ല. അപ്പൊ എന്താണ് ഫുഡ്? എങ്ങനെ എന്ത് ഡയറ്റ് എടുക്കാതെയോ കംപ്ലീറ്റ്ലി ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്.
എന്നത്തേക്കായിരിക്കും സിനിമ വരാൻ സാധ്യത? മിക്കവാറും അടുത്ത വർഷം. അടുത്ത വർഷത്തേക്ക് ഉണ്ടോ? ഓക്കെ. ഈ അപൂർവ പുത്രന്മാർ പെട്ടെന്ന് നമുക്ക് അപൂർവ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ പഴയ കമലഹാസൻ സാറിന്റെ ഒരു പടമുണ്ട്. ഇതും ഒരച്ഛന്റെ 2 മക്കളായിട്ടുള്ള അങ്ങനെയാണ്. എന്താണ് നമ്മുടെ ഈ സിനിമ പറയുന്നൊരു? അത് ലാലിച്ചായന്റെ മക്കളായിട്ടാണ് ഞാനും ബിബിനും. അപൂർവ പുത്രന്മാർ എന്നുള്ള പേര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയ്യോ അതൊക്കെ പറഞ്ഞ കഥ മൊത്തം പുറത്തു പോവല്ല. കഥ പറയരുത്, കുറച്ചുകൂടി സങ്കീർണമാക്കണം. സങ്കീർണമാക്കണം അല്ലേ? ഈ പുത്രന്മാര് അപ്പന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യും. അതിന്റെ പേരിൽ ഇവര് അപൂർവ പുത്രന്മാരായി മാറുന്നതാണ്. അങ്ങനെ നിങ്ങളാണ് അപൂർവപുത്രന്മാർ. അത് ശരി. ഇത്ര പറയാനുള്ളൂ പടത്തിനെ പറ്റി. വേറെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ബാക്കി എന്ത് പറഞ്ഞാലും ഞാൻ ഡയറക്ടർ ചിലപ്പോ താടിക്കിട്ട് തട്ടുമല്ലോ. അപ്പന് വേണ്ടി ഒരിക്കലും മക്കൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്യണം. അല്ലല്ല, അപ്പൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ചെയ്യണം. അതൊരു മക്കളും ചെയ്യില്ലാത്തൊരു കാര്യം ഇവർ ചെയ്യും. അപ്പം തന്നെ ഒരു അപൂർവപുത്രനാണ്. അതെ, പുള്ളിയുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഈ ലാലോലക്സ് ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, ഇത് എല്ലാ ദിവസവും പുള്ളിയുടെ ഒരു സാധനം ഉണ്ടാവും. അതുപോലെ ഇപ്പം ഏറ്റവും അടുത്ത കാലത്തായിട്ട് എപ്പോഴും എന്നാണ് മറ്റേ പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് വെടിച്ചില്ല കേട്ടോ, വെടിച്ചില്ല പരിപാടിയാണെന്നുള്ള പുള്ളിയുടെ ഡയലോഗ്. ലൊക്കേഷനിൽ ഗുഡ് മോർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ലാൽച്ചായ ഭയങ്കര അല്ല, പുള്ളിയുടെ ഒരു അത്രയും സ്പാൻ ഓഫ് കരിയർ ഇങ്ങനെ കിടക്കല്ലേ. നമുക്ക് പുള്ളിയുടെ പഴയ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിരുന്ന് ചോദിക്കും, ബിബിൻ ഇങ്ങനെ കുത്തിയിരുന്ന് ഓരോന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി ലാസ്റ്റ് കുറേ കഥകൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, പണ്ട് തുടങ്ങിയുള്ള. അതെ അതെ, അതൊക്കെ ഇങ്ങനെ പറയും. പുള്ളിയുടെ മൂഡ് എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യാതെ ചോദിക്കണമെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമില്ലായ്മയുണ്ട്. ദേഷ്യപ്പെട്ടിട്ടൊക്കെ അല്ല, ഈ പറഞ്ഞ പോലെ പുള്ളി കുറേ കഥകൾ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയും. ചോദിച്ചില്ല, ഹാ അത് പിന്നെ പറയാമായിരിക്കും, ഇവിടെ ഇതൊന്നും എടുക്കട്ടെ ആദ്യം അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഇടി കിട്ടുന്നത് സത്യസാറിൻ്റെ നിന്നും പ്രഗ്നോസിസാറിൻ്റെ നിന്നും ഉമ്മറൊക്കെയാണ്. അതെ. അതിനുശേഷം കണ്ടുവരുന്നത് ഏത് പടം എടുത്തു കഴിഞ്ഞാലും മമ്മൂക്കയുടെ ഇടി കിട്ടിയിട്ടുള്ളത് കുറച്ചൊരു ഒരു സെൽഫ് PR പരിപാടി ഒരു നടന് വേണമെന്ന് ഇല്ല. എത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു നടനാണെന്നുണ്ടെങ്കിലും അതിനൊരു ഒരു മാധ്യമമല്ലേ ശരിക്കും പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ. ശരിക്കും അത് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അത് എന്താ പറയാ, അതിന് ഞാനിപ്പം സത്യം പറഞ്ഞാൽ പഴയതിനെക്കാട്ടിനും നമുക്ക് അഭിനയിക്കണം കൂടുതൽ. നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്നുള്ളത് എന്താ പറയുക, അത് നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ടേഴ്സിൽ നിന്ന് അവരോട് വർക്ക് ചെയ്യുമ്പോഴേ നമ്മളും അറിയുള്ളൂ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്നൊക്കെ ഉള്ളൊരു കാര്യം. കൂടുതൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം ഞാൻ ചില ആളുകളെയൊക്കെ എനിക്ക് വിളിച്ച് ഒന്ന് അവസരം ചോദിക്കണം എന്നും ഒക്കെ തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, എനിക്കറിയില്ല, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടുതൽ എന്തോ ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം അത്. അതെ, എനിക്ക് അതിൽ നിന്ന്, അതെ സത്യമാണ്, അതിൽ നിന്ന് കിട്ടാവുന്ന കുറേ അറിവുകളുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാം, എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ അകത്ത് തന്നെ വന്നതാണ് ക്രിഞ്ച്. അത് ഈ സോഷ്യൽ മീഡിയ വ്യാപകമായതിനു ശേഷം വന്നാണ് ക്രിഞ്ച്. നമ്മുടെ പാട്ടിൽ തന്നെ ക്രിഞ്ച് പാട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ആ പാട്ട് കേട്ടപ്പോൾ ഫസ്റ്റ് എന്ന് തോന്നി ക്രിഞ്ച് പാട്ടെന്നൊരു പേര് കൊടുക്കാതെ അത് അങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചോ? അത് ഡയറക്ടർ ഐഡിയ ആണ്. അല്ല, അത് അങ്ങനെ തന്നെ കൊടുക്കണം. അതിലെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അത് ക്രിഞ്ച് സോങ് എന്നുള്ള പേര് കൊടുത്തതാണ്. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, നമുക്കുള്ള കഴിവുകളെ മാക്സിമം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ ആക്ടിങ് ആണല്ലോ, അതിനെ നന്നാക്കാൻ എന്തൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാം. നമ്മളുടെ ആയുധം നമ്മൾ മൂർച്ച വെച്ച് എന്താ പറയാ, മിനുക്കി കൊണ്ട് നടക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിന് മറ്റേനേക്കാൾ എന്തോ അതെ അതെ. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കുമ്പം നമ്മൾ കോൺഫിഡൻ്റ് ആണ്. കാരണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഏറ്റവും നന്നായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീല് തന്നെ. ഞാൻ അലഞ്ചേട്ടൻ്റെ അടുത്തൊക്കെ ഇടയ്ക്ക് അലഞ്ചേട്ടൻ്റെ നാട്ടിൽ എന്താ പറയുക, അലഞ്ചേട്ടൻ്റെ വീട്ടിലിടയ്ക്ക്
അഭിനയ കളരിയും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അലഞ്ചേട്ടൻ്റെ വീട് എന്ന് പറയുന്നത് എന്താ പറയുക, ഏതൊരു കലാകാരനും സ്വപ്നം കാണുന്നൊരു ഇടമാണത്. ഞാൻ അവിടെ അതെ ഇടയ്ക്ക് പോവുകയും ആ സ്വപ്നം കാണണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഈ ഇടയ്ക്ക് എൻ്റെ ഡേറ്റ് വരുമ്പോ അത് നിങ്ങളടുത്താണോ? അല്ലല്ല, ട്രിവാൻഡ്രത്താണ് അലഞ്ചേട്ടൻ. ഞാൻ ഒരിക്കൽ അവിടെ ഒരാഴ്ചത്തെ എന്താ പറയുക, അലഞ്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി ഞാൻ ഒരാഴ്ച അലഞ്ചേട്ടൻ്റെ വീട്ടിൽ തങ്ങി, അങ്ങനെ ഒരാഴ്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. കുറേ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ കയറി മേക്കപ്പ് ചെയ്യാനായിരുന്നു. ഇവിടെ വീട്ടിലേക്ക് കയറി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കയറി പോയിരിക്കുകയാണ് അകത്തേക്ക്. ആ ഫ്രീഡത്തിൽ, കാരണം ഇത് അങ്ങനെ ഒരു ഗ്രഹമാണിത്. അങ്ങനെ കലാകാരന്മാരെ സ്വാഗതം ചെയ്യുന്ന അത് ആ വഴിക്ക് അവിടെ എവിടെയോ ഒരു വർക്ക് എടുക്കുന്നുണ്ട്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആർട്ടിസ്റ്റുകളൊക്കെ ഒരു നാടകം അല്ലേ, നാടകമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അങ്ങനെ ഒരു വീടൊക്കെ എന്താ പറയാ. അതെ, അതെങ്ങനെ സാധിക്കുന്നു ചേട്ടാ? അല്ല, ഞാൻ അതിനുവേണ്ടി പണിതൊരു ഭവനം തന്നെയായിരുന്നു അത്. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിനകത്തൊരു തിയേറ്റർ വേണം. അപ്പോൾ എനിക്ക് പുറത്തിപ്പോൾ നാടകം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. ഒരു സംഘം വേണം. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കണമെങ്കിലും എനിക്കിപ്പോൾ കാണാൻ ആൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ തന്നെ പ്രേക്ഷകനായിക്കോളും. ഞാൻ പെർഫോം ചെയ്യും. ഞാൻ വീടിനകത്ത് മറ്റേ തിയേറ്റർ മറ്റേ സിനിമ രണ്ടും കേറുന്നത് നമ്മൾ ആ സ്റ്റേജിലേക്കാ കേറുന്നത്. ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് അതൊരു അരങ്ങ. അതാണ് കറക്റ്റ് വാക്ക്. ഭരതഗ്രഹം എന്നാണ് വീടിൻ്റെ പേര്. എന്ന് വെച്ചാൽ നടൻ്റെ വീടെന്നാണ് അർത്ഥം. അങ്ങനെ ഒരു വീട് കെട്ടാൻ സിനിമ ഭാഗ്യം തന്നു. ഈ നാടകത്തിനോട് അല്ലെങ്കിൽ സ്റ്റേജിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം ആണോ, അതെയോ അഭിനയത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണോ ഇങ്ങനെ ഈ ഒരു ഐഡിയ കൺസെപ്റ്റിന് പറയുന്നത്? അഭിനയം. എനിക്കറിയാവുന്നുള്ള ജോലി എന്ന് പറയുന്നത് അഭിനയിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ശമ്പളം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്യും. കാരണം എൻ്റെ സംതൃപ്തിയാണ്. ഞാൻ പല തൊഴിലിടങ്ങളിലും പല തൊഴിൽ മേഖലകളിലും ഒക്കെ ജീവിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഞാൻ വിജയിച്ചിട്ടില്ല. എനിക്ക് സംതൃപ്തി കിട്ടിയിട്ടുള്ളത് ആക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ ഇതിന് പ്രൊഫൈൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ മാറ്റുക എന്നൊക്കെ നിങ്ങൾ രണ്ടുപേരും അലൻസിയേട്ടൻ ഇങ്ങനെ ഇരിക്കുക, ഇതിനൊക്കെ അങ്ങനെ കൊണ്ടുണ്ടല്ലോ. എനിക്ക് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഇടും, വീണ്ടും പൗഡ് ചെയ്ത് തിരിച്ചു വരും. ഇതൊക്കെ ചെയ്യാറുന്നൊക്കെ അലൻസിയുടെ പോസ്റ്റൊക്കെ ഇടുന്നത് കുറവാണല്ലേ? ഞാനില്ല, പണ്ടേ ഇല്ല. അല്ലേ, ഇടക്കാലത്ത് ഫേസ്ബുക്കിലേക്ക് നാടകം കളിക്കുക എന്നേ ഉള്ളൂ. വഴിയിലിറങ്ങി നാടകം കളിക്കുക. പണ്ടേ ചെയ്യുന്നതാണ്. സിനിമാക്കാരന് ചെയ്തുകൂടാന്നുള്ള കാര്യം സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അതെന്തോ കുഴപ്പം പിടിച്ച പരിപാടിയാണ്. സിനിമാക്കാരൻ കരവാൻ്റെ അകത്തും ഹോട്ടൽ റൂമിനകത്തും തന്നെ താമസിക്കണം എന്നുള്ള അലിഖിത നിയമം. അത് ഞാൻ സ്വാഭാവികമായി പണ്ട് നാടകം കളിച്ച് നടന്ന കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ തെരുവിലൊക്കെ ഇറങ്ങി നാടകം ചെയ്യുക എന്നുള്ളത് അതിൽ തുടർച്ചയായിട്ട് ഞാൻ ചെയ്തു തന്നേ ഉള്ളൂ. പക്ഷേ അത് അങ്ങനെ അവർക്ക് അന്നത്തെ അതിന്റെ ഒരു റീച്ച് എന്ന് പറഞ്ഞാൽ അന്ന് ചുറ്റും കൂടുന്ന ആ ഒരു കൂട്ടം മാത്രമായിരിക്കും ചിലപ്പോൾ. അതെ, അപ്പൊ ആ ജഡ്ജ് ചെയ്യണതും അത്രയും പേരാണ്. ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിലേക്ക് സ്ട്രൈറ്റ് വരുമ്പോൾ സോഷ്യൽ ഓഡിറ്റിംഗിലേക്ക് എത്തും. അത് സിനിമയിലെ ഈ നടൻ്റെ വലിപ്പം പോലെയാണ്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ആ ലെൻസില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത്രയും വലിയ ആരാധകരെ കിട്ടുമെന്ന് തോന്നുന്നില്ല സിനിമാ നടന്മാർക്ക്. ആ ലെൻസിൻ്റെ വലിപ്പമാണ് വാസ്തവത്തിൽ ഇത്രയും ആരാധകരെ ഈ സിനിമാ നടന്മാർക്കും നാടക നടന്മാർക്കും തമ്മിലുള്ള വ്യത്യാസം.